ബാക്ക് പെയിൻ ആയിട്ട് വന്നതാ അല്ലേ? ആ, ആളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ടൊബാക്കോ യൂസസ് ഡൈ യങ്ങർ. നമ്മൾ കാര്യത്തിൽ വരാം. ബാക്ക് പെയിൻ, പുക വലിക്കുന്നവർക്ക് ബാക്ക് പെയിൻ കൂടാനുള്ള ചാൻസിൽ കൂടുതലാണ്. എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്ലഡ് വെസൽസിന് ഡാമേജ് ചെയ്യും പുക വലിക്കുന്നവരുടെ. ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യമുള്ള ബ്ലഡ് കിട്ടില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ബോണിലേക്ക് അതുപോലത്തെ മസിൽസിലേക്കൊക്കെ ബ്ലഡ് സപ്ലൈ കിട്ടാണ്ടാവുമ്പോൾ എന്താവും, വീക്കാവും. അതൊരു കാര്യം. പിന്നെ നമ്മുടെ ശരീരത്തിന് സെൽഫ് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പവർ ഉണ്ട്. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഹീൽ ചെയ്യാനുള്ള പവർ അത് കുറയും, ബ്ലഡ് ഫ്ലോ കുറയും, മസിൽസ് വീക്കാവും, നമ്മുടെ ഓവറോൾ മസിൽസ് വീക്കാവും. അതുപോലെ തന്നെ പിന്നെ ഒരു ഇതാണ്, ഇൻഫ്ലമേഷൻ കൂടും, നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് കൂടും. അപ്പോൾ ബാക്ക് പെയിൻ ഉള്ളവർ പുകവലിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് പെയിൻ കൂടും. ഇനി ഒന്നുമില്ല, പുകവലി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്ക് പെയിന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. യു.എസിൽ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡീസിൽ കണ്ടിട്ടുള്ള സംഭവം 36% സ്മോക്കേഴ്സിന് ബാക്ക് പെയിൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ബാക്ക് പെയിൻ അല്ല കേട്ടോ, ഓവറോൾ ശരീരത്തിൽ പെയിൻ വരാൻ. പിന്നെ പെട്ടെന്ന് മരിക്കാൻ പറ്റും. പിന്നെ അത്യാവശ്യം നരകിച്ച് തന്നെ മരിക്കാൻ പറ്റും. എന്താ, ക്യാൻസർ അതുപോലത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ട്. അപ്പോൾ നമുക്കിനി ഇത് വേണ്ട കേട്ടോ.